നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസ് കൊഹിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമ്മൾ കൊഹിഷൻ എന്നുള്ള ടേം ഓൾറെഡി കേട്ടിട്ടുള്ളതാണല്ലേ. ഇൻ്റർ റിലേറ്റഡ്നെസ്സിനാണ് ശരിക്കും കൊഹിഷൻ എന്നുള്ള ടേം നമ്മൾ പറയാം. നമ്മൾ മൊഡ്യൂൾസിൻ്റെ ഇടയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലൊക്കെ പഠിക്കുന്നുണ്ട്, മൊഡ്യൂൾസിൻ്റെ ഇടയിൽ ഹൈ കൊഹിഷൻ, ലോ കപ്ലിംഗ് ഒക്കെ. അപ്പം കൊഹിഷൻ എന്ന് പറയുന്നത് മൊഡ്യൂളിൻ്റെ ഉള്ളിലുള്ള ഇൻ്റർ റിലേറ്റഡ്നെസ്, അതിനാണ് നമ്മൾ ഒരു മൊഡ്യൂളിലുള്ള കൊഹിഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ പ്രൊസീജിയർ കൊഹിഷൻ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ ക്ലാസ് കൊഹിഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒരു ഹയർ ലെവലിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കൊഹിഷനാണ്. ഇപ്പോൾ ക്ലാസ് കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ റിലേറ്റഡ്നെസ് ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള ഇൻ്റർ റിലേറ്റഡ്നെസ്സിനെയാണ് നമ്മൾ ക്ലാസ് കൊഹിഷൻ എന്നുള്ള ടേം വെച്ചിട്ട് പറയുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആട്രിബ്യൂട്ട്സും അതിൻ്റെ ഓപ്പറേഷൻസും ആണ് അല്ലേ. അപ്പം ഈ ആട്രിബ്യൂട്ട്സിൻ്റെയും ഓപ്പറേഷൻസിൻ്റെയും ഇടയിലുള്ള ഇൻ്റർ റിലേറ്റഡ്നെസ്, അതാണ് നമ്മൾ ക്ലാസ് കൊഹിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ അവിടെ കാണാം. ക്ലാസ് കൊഹിഷൻ ഈസ് എ മെഷർ ഓഫ് ഇൻ്റർ റിലേറ്റഡ്നെസ് ഓഫ് ദ ഫീച്ചേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ദ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഓഫ് എ ക്ലാസ്. ക്ലാസിൻ്റെ ഇൻ്റർഫേസ്, എക്സ്റ്റേണൽ ഇൻ്റർഫേസിൽ വരുന്ന അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഇൻ്റർ റിലേറ്റഡ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് കൊഹിഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ ക്ലാസ് നെക്സ്റ്റ് പാരഗ്രാഫിൽ കാണാം. ക്ലാസ് കൊഹിഷൻ ഈസ് വൺ എൻക്യാപ്സുലേഷൻ ലെവൽ ഹയർ ദാൻ പ്രൊസീജറൽ മൊഡ്യൂൾ കൊഹിഷൻ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ ഒരു നമ്മൾ എൻക്യാപ്സുലേഷൻ്റെ ഇതിൽ വരുമ്പോൾ നമ്മളൊരു ചാർട്ട്, ഒരു ടേബിളൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ റിലേഷൻസ്, ഇൻ്റർ റിലേഷൻസ് പറയുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ 0 അല്ലെങ്കിൽ എൻക്യാപ്സുലേഷൻ്റെ ലെവൽ 1ൻ്റെയും ലെവൽ 0ൻ്റെയും ഇടയിലുള്ളതിന് നമ്മൾ കൊഹിഷൻ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ പ്രൊസീജിയർ ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻ. ഒരു പ്രൊസീജിയറും അതിൻ്റെ ഇടയിലുള്ള ഇൻസ്ട്രക്ഷൻ്റെയും ഇടയിലുള്ള ആ ഒരു ഇൻ്റർ റിലേറ്റഡ്സ് നമ്മൾ കൊഹിഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അതിനെ നമ്മൾ പ്രൊസീജിയർ അല്ലെങ്കിൽ മൊഡ്യൂൾ കൊഹിഷൻ എന്നൊക്കെ പറയാം. അപ്പം അതിനേക്കാളും ഒരു ലെവൽ ഹയറിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കൊഹിഷനാണ് ക്ലാസ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി a class with low cohesion has a set of features that don't belong together. ഒരു ക്ലാസ്സിന് ഇപ്പോൾ ലോ കൊഹിഷൻ എന്ന് പറയാം, അതിൽ ചില ഫീച്ചേഴ്സ് അതിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കാത്ത ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിന് നമ്മൾ ലോ കൊഹിഷൻ എന്ന് പറയും. ആൻഡ് എ ക്ലാസ് വിത്ത് ഹൈ കൊഹിഷൻ ഹാസ് എ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ദാറ്റ് ഓൾ കോൺട്രിബ്യൂട്ട് ടു ദ ടൈപ്പ് അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ക്ലാസ്. അപ്പോൾ ഒരു ഹൈ കൊഹിഷൻ അല്ലെങ്കിൽ ഗുഡ് കൊഹിഷൻ എപ്പോഴാണ് ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിലുള്ള ആ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും, നമുക്ക് ഹൈ കൊഹിഷനാണ് അല്ലെങ്കിൽ ഗുഡ് കൊഹിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി കൊഹിഷൻ എന്ന് പറയുന്ന ടേം. ആൻഡ് നമ്മൾ ഇങ്ങനെ കൊഹിഷൻ അല്ലെങ്കിൽ ഇതാക്കി വെക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എൻക്യാപ്സുലേഷൻ എന്നുള്ളൊരു സംഭവം കൂടിയാണ്. ആ ഡാറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനാണ് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻ്റർ റിലേറ്റഡ്നെസ് കൂട്ടുന്നത്. ഇനി ഈ ക്ലാസ് കൊഹിഷൻ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ ആക്ച്വലി പറയാനുള്ളത്. അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ് മിക്സഡ് ഇൻസ്റ്റൻസ് പ്രോബ്ലം, മിക്സഡ് ഡൊമെയിൻ, ഇതിന് പറയാം മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷൻ എന്നാണ് പറയാം. മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷൻ, മിക്സഡ് ഡൊമെയിൻ കൊഹിഷൻ ആൻഡ് മിക്സഡ് റോൾ കൊഹിഷൻ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നോർമലി ഒരു ക്ലാസ് കൊഹിഷനിൽ കാണുന്നത്. മിക്സഡ് ഇൻസ്റ്റൻസ് വരാം, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റൻസുകൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ വരാം. മിക്സഡ് ഡൊമെയിൻ, ഡിഫറെൻറ്റ് ഡൊമെയിൻസ് എന്നുള്ള ഡാറ്റാസ് വരാം. ആൻഡ് മിക്സഡ് റോൾ, അതുപോലെ തന്നെ ഒരു ക്ലാസ്സിനുള്ളിൽ തന്നെ ഡിഫറെൻറ്റ് റോൾസ് വരാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് ഒരു ക്ലാസ് കൊഹിഷനിൽ ഫേസ് ചെയ്യേണ്ടി വരിക. ഓഫ് ദി 3, മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷൻ ഇസ് ടിപ്പിക്കലി ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മിക്സഡ് റോൾ കൊഹിഷൻ ദ ലിസ്റ്റ്. അപ്പോൾ ഇതിൽ ഈ 3 പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, മിക്സഡ് ഇൻസ്റ്റൻസും മിക്സഡ് ഡൊമെയിനും മിക്സഡ് റോളും. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷൻ എന്ന് പറയുന്ന പ്രോബ്ലമാണ്. ആൻഡ് ഏറ്റവും കുറവ് വരുന്നതാണ് മിക്സഡ് റോൾ കൊഹിഷൻ. ഇനി ഈ 3 പ്രോബ്ലംസും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള ക്ലാസ് കൊഹീഷൻ എന്ന് പറയുന്നത് ഐഡിയൽ കൊഹീഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊഹീഷൻ ഐഡിയൽ ആവുക എപ്പോഴാണ്? ആ ക്ലാസ് കൊഹീഷനിൽ ഈ 3 പ്രോബ്ലംസും ഉണ്ടാവില്ല. അതായത് മിക്സഡ് ഇൻസ്റ്റൻസ് എന്നുള്ള പ്രോബ്ലവും മിക്സഡ് ഡൊമെയിനും മിക്സഡ് റോൾ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കൊഹീഷൻ ആയിരിക്കും. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. എ ക്ലാസ് വിത്ത് none of these 3 mixed cohesions is entirely cohesive and is said to have ideal cohesion. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ 3 പ്രോബ്ലംസും ഇല്ലെങ്കിൽ അതിന് നമ്മൾ ഐഡിയൽ കൊഹീഷൻ എന്നാണ് പറയുക. ഇനി നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന പ്രോബ്ലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹീഷൻ എന്ന് പറയുന്നത്. A class with mixed instance cohesion has some features that are undefined for some objects of the class. ഇതിലെന്താ പറയണേ? ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കുറേ ഒബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില ഒബ്ജക്ട്സിന് ചില ഇൻസ്റ്റൻസുകൾ അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സ് അൺഡിഫൈൻഡ് ആയിരിക്കും. അങ്ങനത്തേനാണ് നമ്മൾ എന്ത് പറയുക? മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൽ കുറേ ഒബ്ജക്ട്സ് ഉണ്ടാകും. ആ കുറേ ഒബ്ജക്ട്സിൽ കുറച്ച് ഒബ്ജക്ട്സുകൾക്ക് ചില ഫീച്ചേഴ്സ് അൺഡിഫൈൻഡ് ആയിരിക്കാം. അൺഡിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക? മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹീഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പം നല്ല ക്ലിയർ ആവും. ഇപ്പോൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. എ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ബോത്ത് കമ്മീഷൻഡ് ആൻഡ് നോൺ കമ്മീഷൻഡ് സെയിൽസ് പേഴ്സൺ. നിങ്ങൾക്കറിയാലോ, ചില സെയിൽസ് സെക്ഷനിൽ കമ്മീഷൻ ആയിരിക്കും അല്ലേ? അതായത് അവർ ഇത്ര പ്രൊഡക്റ്റ് സെയിൽ ചെയ്താൽ ഇത്ര കമ്മീഷൻ, ആ ഒരു ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ 2 ടൈപ്പ് ഓഫ് സെയിൽസ് പീപ്പിൾ ആണുള്ളത്. കമ്മീഷൻഡ്, അതായത് ഇങ്ങനെ കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. നോൺ കമ്മീഷൻഡ് സെയിൽസ് പേഴ്സൺസും ഉണ്ടെന്ന് വിചാരിക്കുക. അതിലുള്ള 2 ഒബ്ജക്ട്സ് ആണ് ഫ്രെഡ്, മേരി. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ നമ്മളെ ക്ലാസ് എന്ന് പറയുന്നത് സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ സെയിൽസ് പീപ്പിൾ എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. അതിലുള്ള 2 ഒബ്ജക്ട്സ് ആണ് ഫ്രെഡ്, മേരി എന്ന് പറയുന്നത്. ഫ്രെഡ് എന്ന് പറയുന്നത് കമ്മീഷൻഡ് ആണ് ആൻഡ് മേരി എന്ന് പറയുന്നത് നോൺ കമ്മീഷൻഡ് എംപ്ലോയി ആണ്. ക്ലിയർ ആണല്ലോ? ഇനി in the object oriented application that supports the department, there is a class salesperson of which നേരത്തെ പറഞ്ഞ തന്നെയാണ് salesperson of which the objects pointed to by the variable Fred and Mary are instance. അപ്പോൾ എന്താണ് നമ്മളിതിപ്പോൾ എങ്ങനെ എഴുതുക? സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഈ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള 2 ഒബ്ജക്ട്സ് ആണ് എന്ത്? ഫ്രെഡ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും അതുപോലെ തന്നെ മേരി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഫ്രെഡ് എന്ന് പറയുന്നത് കമ്മീഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. മേരി എന്ന് പറയുന്നത് നോൺ കമ്മീഷന് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ക്ലിയർ? ഇനി നമുക്കിവിടെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ആട്രിബ്യൂട്ടിൻ്റെ പേരാണ് ഇഷ്യൂ കമ്മീഷൻ പേയ്മെൻറ്റ്. അതായത് ഈ ഫ്രെഡിനൊക്കെ കമ്മീഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഇഷ്യൂ കമ്മീഷൻ പേയ്മെൻറ്റ്. ക്ലിയർ? അപ്പം ഒരു ക്ലാസ്സിലുള്ള ഒരു ഒബ്ജക്റ്റിന് മാത്രമായിട്ട് അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് വരില്ല അല്ലേ? അത് 2 ആൾക്കും ബാധകമായിരിക്കും. അപ്പോൾ ഫ്രെഡിനും എന്ത് വരും? ഫ്രെഡിന് ഇഷ്യൂ കമ്മീഷൻ പേയ്മെൻറ്റ് വരും. അതുപോലെ തന്നെ മേരിക്കും എന്ത് വരും? ഇഷ്യൂ കമ്മീഷൻ പേയ്മെൻറ്റിന് വരും. ക്ലിയർ അല്ലേ? ഇതിൽ ഫ്രെഡിന് മാത്രമാണ് ശരിക്കും കമ്മീഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുള്ളൂ. മേരി കമ്മീഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ല. ബട്ട് എന്നാൽ കൂടി മേരിക്കും അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് മേരിക്കും ഇൻക്ലൂഡ് ആയിരിക്കും. കാരണം സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള ഒരു ആട്രിബ്യൂട്ട് ആണല്ലോ. ആൻഡ് അതിൻ്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് 2 ആൾക്കും ആ ആട്രിബ്യൂട്ട് വരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മേരിയുടെ കേസ് എടുക്കാം. ഫ്രെഡിന് ഓക്കെ, ഫ്രെഡിൽ നമുക്ക് പേയ്മെൻറ്റ് എമൗണ്ട് കൊടുക്കാൻ പറ്റും. അത് ബിക്കോസ് ഫ്രെഡ് ഇസ് ഓൾറെഡി എ കമ്മീഷൻഡ് പേഴ്സൺ. അതിനെക്കൊണ്ട് നമുക്കത് കുഴപ്പമില്ല. മേരിയുടെ കേസ് എടുക്കാം. മേരിക്ക് ആക്ച്വലി എന്താണ്? കമ്മീഷൻ പേയ്മെൻറ്റ് ഇല്ലല്ലോ. കാരണം അവർ നോൺ കമ്മീഷൻഡ് സെയിൽസ് പേഴ്സൺ ആണ്. അപ്പോൾ എന്താ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐദർ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഈ മേരീൻ്റെ ഇഷ്യൂ കമ്മീഷൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫീൽഡിൽ എന്ത് കൊടുക്കും? 0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുക? ഇതിന് 0 എന്നുള്ള ടേം അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രശ്നം വരും. ആക്ച്വലി മേരീൻ്റെ ഇഷ്യൂ കമ്മീഷൻ പേയ്മെൻറ്റ് 0 അല്ല. കാരണം വെച്ചാൽ മേരിക്ക് അത് അങ്ങനെ ഒരു സംഭവം ആപ്ലിക്കബിളേ അല്ല എന്നാണ് നമുക്ക് വേണ്ടത്. പക്ഷേ
ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ എന്താണ്, മേരിക്ക് കമ്മീഷൻ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ മേരീൻ്റെ കമ്മീഷൻ പേയ്മെൻറ്റ് 0 എന്നല്ലേ വരുന്നത്. ആക്ച്വലി 0 എന്നല്ല വരേണ്ടത്, അത് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷനിൽ വരിക. അതായത് ഒരു ക്ലാസ്സിലുള്ള ചില ഒബ്ജക്ട്സിന് ചില ഫീച്ചേഴ്സ് ആപ്ലിക്കബിൾ ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. അങ്ങനത്തെ പ്രോബ്ലംസിനാണ് നമ്മൾ എന്ത് പറയുക, മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് വേറെ 2 ക്ലാസ്സുകളാക്കി മാറ്റുക. ഒന്ന് കമ്മീഷൻഡ് സെയിൽസ് പേഴ്സണും ഒന്ന് നോൺ കമ്മീഷൻ സെയിൽസ് പേഴ്സണും ആക്കുക. എന്നിട്ട് 2 ആളെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക, 2 ആൾക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അതാണ് ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതാ ആ പ്രോബ്ലം ഒഴിവാക്കാൻ ജസ്റ്റ് റീഡ് ചെയ്യുക കേട്ടോ. The real problem is that the class salesperson has mixed instance cohesion because it is too coarse for the application. അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, we need to add the fine grained subclass common commission salesperson and non-commission salesperson to our design. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഫെർദർ ഡിവൈഡ് ചെയ്യാണ്. കമ്മീഷൻഡ് സെയിൽസ് പേഴ്സണും അതുപോലെ തന്നെ നോൺ കമ്മീഷൻഡ് സെയിൽസ് പേഴ്സണുമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ആൻഡ് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, സെയിൽസ് പേഴ്സണായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഈ ഇഷ്യൂ കമ്മീഷൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ട് ആർക്കാ ഉണ്ടാവുള്ളൂ, നമ്മൾ കമ്മീഷൻഡ് സെയിൽസ് പേഴ്സണിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കുന്നത്, മിക്സഡ് ഇൻസ്റ്റൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞത്. ഇതാ അതിൻ്റെ ഒരു റിമൂവ് ചെയ്ത് ഈ ഒരു പ്രോബ്ലം, ഈ ഒരു കൊഹിഷൻ പ്രോബ്ലം അല്ലെങ്കിൽ മിക്സഡ് ഇൻസ്റ്റൻസ് കൊഹിഷൻ പ്രോബ്ലം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ കമ്മീഷൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വരുന്നത്, കമ്മീഷൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വരുന്നത് ആകെ ആർക്കാണ്, സെയിൽസ് കമ്മീഷൻ്റെ സെയിൽസ് പേഴ്സണിന് മാത്രമായിരിക്കും. ക്ലിയർ? ഓക്കെ.